Hi friends. So today we will do an exercise. സാധാരണ എക്സസൈസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ട് അങ്ങ് പോവും ടീച്ചർ. കുറെ കഴിഞ്ഞിട്ട് വന്നാണ് അതിൻ്റെ ഉത്തരം നോക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സിറ്റുവേഷനിൽ അത് നടക്കുകയല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും എല്ലാം ഒരേ രീതിയിൽ ഒരുമിച്ച് കാണും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. He wrote 2 letters. He did not write. ഉണ്ടോ? റോട്ട് എന്നുള്ളത് ഒരു ഇറഗുലർ വെർബാണ്, അല്ലെങ്കിൽ സ്ട്രോങ് വെർബ് എന്ന് ഞാൻ പറയില്ലേ. അപ്പം അതിന് ഡിഡ് വരുമ്പം അതിൻ്റെ ഫോം മാറുവാണ്, ഡിഡ് റൈറ്റ് എന്നാണ്. അപ്പം ഡിഡ് റൈറ്റ് ഈസ് ഈക്വൽ ടു റോട്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് റോട്ടിലെ പാസ്റ്റ് ടെൻസ് എടുത്ത് ഡു, അത് ഞാൻ എടുത്ത് കാണിച്ചിട്ടു, എടുത്ത് ഡൂവിൽ ചേർക്കുമ്പോൾ അത് ഡിഡാവും. പിന്നെ അവിടെ പാസ്റ്റ് ടെൻസ് ഇല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ, ഹി വെൻറ്റ് ടു ചർച്ച്, ദേ വെൻറ്റ് ടു ചർച്ച്, ദേ ഡിഡ് നോട്ട് ഗോ. ഷോർട്ട് ഫോം ഡിഡിൻ ഗോ. ആദ്യത്തെ ഷോർട്ട് ഫോം ഡിഡിൻ റൈറ്റ്. 3, ഷി കെയിം ലേറ്റ്, she did not come late. She didn't come late. 4th, the government passed the order. The government did not pass. ED illa. Pass. കാരണം ED doing കൂടെ പോയി. അപ്പം did not pass the order. Didn't pass the order. Didn't. 5, the assembly moved the bill. The assembly did not move the bill, didn't move the bill. That is the contracted form or short form. The people saw the accidents. The people did not see the accident, didn't see the accidents. He fell among thieves. He did not fall among thieves. Didn't fall. Short form. I called him. I did not call him. I didn't call him. They met the president. They did not meet the president. Didn't meet. Tom invited Jerry. Tom did not invite Jerry. Didn't invite. Anthony loved Cleopatra. Anthony did not love Cleopatra. അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ആൻ്റണി ക്ലിയോപാട്രയെ പ്രേമിച്ചെന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസിന് വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹെക്ടർ ഫോട്ട് ഫിയേഴ്സ്ലി. ഹെക്ടർ ഡിഡ് നോട്ട് ഫൈറ്റ്. ഡിഡ്ന്റ് ഫൈറ്റ്. ബോയ്സ് ത്രൂ സ്റ്റോൺസ്. ബോയ്സ് ഡിഡ് നോട്ട് ത്രോ സ്റ്റോൺസ്. ഡിഡ്ന്റ് ത്രോ. ഹി അറ്റൻഡഡ് ദ മീറ്റിംഗ്. He did not attend the meeting, didn't attend. They climbed the hill. They did not climb the hill, didn't climb the hill. മനസ്സിലായോ? നിങ്ങൾ നോക്കേണ്ട എന്നായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത്. അതായത് ഒരു പാസ്റ്റ് ടെൻസ് അത് റെഗുലർ ആണെങ്കിലും ഇറഗുലർ ആണെങ്കിലും. റെഗുലർ ആണെങ്കിൽ എളുപ്പമുണ്ട് കാണാം നമുക്ക്. ക്ലൈംബ്ഡ്, ഡിഡ് നോട്ട് ക്ലൈംബ്. ആ ഇ ഡി ഇങ്ങോട്ട് മാറി എന്നുള്ളത് കാണാൻ പറ്റും. ഇ ഡി എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ ഒരു അടയാളമാണ്. അല്ല നമ്മൾ പറയും പാസ്റ്റ് ടെൻസ് മാർക്കർ എന്നാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് മാർക്കർ, ടെൻസ് മാർക്കർ. ഇവിടെ പാസ്റ്റ് ആണ്. അപ്പോൾ ടെൻസ് മാർക്കർ ഇ ഡി. ഇപ്പോൾ റോട്ട് അതിനകത്തൊരു ടെൻസ് മാർക്കർ ഉണ്ട്. അപ്പം നമുക്കത് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതൊരു സ്ട്രോങ് വെർബാണ്. അപ്പോൾ അതുകൊണ്ടത് അതിൽ തന്നെ ഒളിച്ചു വെച്ചിരിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ മെറ്റ്, അതിനകത്തൊരു ടെൻസ് മാർക്കർ ഉണ്ട്. അതാണല്ലോ ഡിഡ് നോട്ട് മീറ്റ് എന്നാണ്. ത്രൂ, ഡിഡ് നോട്ട് ത്രോ. എപ്പോഴും നോട്ട് വരണമെന്നില്ല, അല്ലാത്തപ്പോഴും ഡിഡ് ത്രോ ആണ്. കാരണം അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ അന്നേരം അറിയാം. നെഗറ്റീവിന് മാത്രമല്ല ഇത്. നെഗറ്റീവിന് വേണം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേണം, WH ക്വസ്റ്റ്യൻ വേണം. ഇതിനെല്ലാം ഈ ഞാൻ പറഞ്ഞില്ല ഒറ്റയാൻ
സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് ഒറ്റയാന്മാരാണ്. അപ്പോൾ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് അത് നമ്മൾ ഉടയ്ക്കാത്ത തേങ്ങ പോലെ. ഉടയ്ക്കാത്ത തേങ്ങ ചിരണ്ടാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റിയല്ല. അപ്പം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് പീസാക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത് വാസ്തവത്തിൽ. നിങ്ങൾക്ക് അങ്ങനെ അതിനെ ഉപമിക്കാം. ഇപ്പം റോട്ട് കട്ട് ചെയ്യുമ്പം ഡിഡ് റൈറ്റ് കിട്ടും. അതുപോലെ ക്ലൈംഡ് കട്ട് ചെയ്യുമ്പോൾ ഡിഡ് ക്ലൈംബ് കിട്ടും. അതൊന്ന് കട്ട് ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അത് നമുക്കിപ്പം ഹി റോട്ട് 2 letters, ഹി നോട്ട് റോട്ട് 2 letters ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. അത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. എനിക്കും പഠിക്കണം ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പം നമ്മൾ ഇത് പഠിച്ചേ പറ്റൂ. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ഒരു ഉടയ്ക്കുക എന്ന് പറയാതെയല്ല, രണ്ടായിട്ട് ഇങ്ങനെ വെട്ടി മുറിക്കുക. ഇപ്പോൾ ഒരു മുറിക്കാത്ത തേങ്ങ നമുക്കൊരു പ്രയോജനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം കാര്യം ചെയ്യാം. ചിരണ്ടാം, കൊത്തിയിടാം, അല്ലേ? അതിന് തല്ലി പൊട്ടിക്കുക, അതല്ലേലും തല്ലി പൊട്ടിക്കാം. അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് പറയുന്നത്. ഈ റോട്ട് ഒറ്റയ്ക്ക് അങ്ങനെ നിന്നാൽ ഏസോറിനെ പറ്റിയല്ല, WH ക്വസ്റ്റിനെ പറ്റിയല്ല, നെഗറ്റീവ് പറ്റിയല്ല. അപ്പം അതിന് നമ്മൾ ഡിഡ് അത് കട്ട് ചെയ്തിട്ട് അതിനെ ഡിഡ് റൈറ്റ്, റോട്ട് ഡിഡ് റൈറ്റ് ആവും. പിന്നെ വെൻറ്റ് ഡിഡ് ഗോ ആവും. കെയിം ഡിഡ് കം ആവും. പാസ്റ്റ് ഡിഡ് പാസ് ആകും. മൂവ്ഡ് ഡിഡ് മൂവ് ആകും. സോ ഡിഡ് സീ ആകും. ഫെൽ ഡിഡ് ഫോൾ ആകും. കോൾഡ് ഡിഡ് കോൾ ആകും. മെറ്റ് ഡിഡ് മീറ്റ് ആകും. MEAT അല്ല, MWT. ഇൻവൈറ്റഡ് ഡിഡ് ഇൻവൈറ്റ് ആകും. ലവ്ഡ് ഡിഡ് ലവ് ആകും. ഫോട്ട് ഡിഡ് ഫൈറ്റ് ആകും. അതാണല്ലോ എൻ്റെ പ്രസൻറ്റ് ഫോം. ത്രൂ ഡിഡ് ത്രോ ആകും. അറ്റൻഡഡ് ഡിഡ് അറ്റൻഡ് ആകും. ക്ലൈംഡ് ഡിഡ് ക്ലൈംബ് ആകും. ഇത്ര ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെഗറ്റീവ് ആക്കാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാം, WH ക്വസ്റ്റ്യൻ ആക്കാം. അങ്ങനെ പല രീതിയിലുള്ള അതിനൊരു വാക്ക് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞു, ട്രാൻസ്ഫോർമേഷൻസ്. ഫോം മാറ്റുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമർ അറിയത്തില്ലേ? അപ്പോൾ അതുപോലെ ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ഫോം മാറ്റുക. ഒരു സെൻറ്റൻസ് വന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതുക, WH ക്വസ്റ്റ്യൻ എഴുതുക. ഇതൊക്കെ ഫോം മാറ്റലാണ്. അപ്പം അതിന് ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇത് തന്നെയല്ലേ പ്രസൻറ്റൻസിൽ നമ്മൾ പഠിച്ചത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി കംസ് രണ്ടാക്കണം. അപ്പം ഹി ഡസ് കം, ദേ കം, ദേ ഡു കം. നമ്മൾ ഓർത്തോ, നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ കാണാം ഈ രണ്ട് ടെൻസിൻ്റെ ഉള്ളിൽ പ്രശ്നം. ബാക്കിയുള്ളതെല്ലാം ഒരു 2 അതിലധികം മെമ്പേഴ്സ് അതിനകത്ത് കാണും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഒറ്റയാൻ, ബാച്ചിലർ, ഈ 2 ഏതാ? ദ സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് ദ സിമ്പിൾ പാസ്റ്റ്. അതിന് മാത്രമേ ഈ തേങ്ങ മുറിക്കുന്ന പോലെ ഉടയ്ക്കാത്ത തേങ്ങ പോലെ ഇരിക്കുന്ന 2 ടെൻസാണ്. അപ്പോൾ അതിനെ 2 ആക്കണം. 2 ആക്കി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ.